അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 2017 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2017 ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. അത് ആ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് 4 + 44 + 444 + എക്സെട്ര ആണ്. അത് നമ്മൾ ആ 7 + 77 + 777 ചെയ്തില്ലേ, അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടാമത്തെ അത് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം കണ്ടത് 3 + 5 + 7 + എക്സെട്ര ഇതിൻ്റെ nth ടേം കാണണം. അപ്പോൾ നമുക്ക് ഇതൊരു സീക്വൻസ് ആണ്. ഒരു സീക്വൻസിൻ്റെ nth ടേം കാണണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇറ്റ് ഈസ് എൻ AP ഓർ GP. അത് AP ആണോ GP ആണോ നോക്കണം. അപ്പോൾ ഇതൊരു AP ആണ്. കാരണം 3നോട് കൂടി 2 കൂട്ടി 5 കിട്ടും, 5നോട് കൂടി 2 കൂട്ടി 7 കിട്ടും. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ AP ആണ്. AP ആണെങ്കിൽ നമ്മൾ അവിടെ ഫസ്റ്റ് ടേം എഴുതുക. ഫസ്റ്റ് ടേം 3 ആണ്. കോമൺ ഡിഫറൻസ് A2 - A1 = 5 - 3 = 2 വരും. ഇനി nth ടേം ആണ് കാണുന്നത്. അപ്പോൾ nth ടേം വരെ AN = A + n - 1 × D ആണ് = 3 + n തന്നെയാണ്, കാരണം nth ടേം ആണ് കാണുന്നത്. n - 1 × 2 വരും = 3 + 2n - 2 വരും = 2n + 1 വരും. 2n 3 - 2 1 2n + 1 വരും. ഇനി B ക്വസ്റ്റ്യൻ കാണണം. അപ്പോൾ B ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 × 1² + 5 × 2² + 7 × 3² + എക്സെട്ര ഈ സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് അവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ n ടേംസിൻ്റെ സമ്മ് കാണണം. അപ്പോൾ അവിടെ നമുക്ക് തന്ന സീക്വൻസ് നോക്കുമ്പോൾ 3 × 1², 5 × 2², 7 × 3² അതൊരു സ്പെഷ്യൽ സീരീസാണ്. അത് APO GPO ഒന്നുമല്ല, ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ സീരീസ് വരുമ്പോൾ അതിൻ്റെ n ടേംസിൻ്റെ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ σAn ആണ്. സ്പെഷ്യൽ കേസിൽ സ്പെഷ്യൽ സീരീസിൻ്റെ സമ്മ് വരിക σAn ആണ്. അത് ഓർത്ത് വെക്കണം, ആ ഇക്വേഷൻ ഓർത്ത് വെക്കണം. σAn വരും. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് AN അറിയണം. AN എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. അപ്പോൾ AN = ഈ സീക്വൻസിൻ്റെ nth ടേം അറിയണം. അപ്പോൾ ഇവിടെയുള്ള ഓരോ ടേമും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഓരോ ടേമും രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ nth ടേമും രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ് വരുന്നത്. അതിൽ ഓരോ ടേമും എന്താണ്, ആ പ്രൊഡക്റ്റായി വരുന്ന ഓരോ ടേമും നമ്മൾ കാണണം. അതിന് ഇവിടെയുള്ള ഓരോ ടേമിനും ഫസ്റ്റ് എന്താ നോക്കുക. ഇവിടെയുള്ള ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് 5 ആണ്, തേർഡ് 7 ആണ്. അപ്പോൾ അതിൻ്റെ nth ടേം എന്താണെന്ന് നോക്കുക. അപ്പോൾ അവിടെ ഈ തന്ന സീക്വൻസിൽ ആ പ്രൊഡക്റ്റിൽ ഫസ്റ്റ് വരുന്നത് 3 5 7 എക്സെട്ര ആണ്. അതിൻ്റെ n ടേം കാണണം. അതിൻ്റെ nth ടേമാണ് നമ്മളിവിടെ കണ്ടുവച്ചത് 2n + 1. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ ഫസ്റ്റ് വരിക 2n + 1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെയുള്ള ഓരോന്നും രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് nth ടേമും രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ് വരിക. ആ രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റായി വരുന്ന രണ്ടെണ്ണം ഏതാണെന്ന് നമ്മൾ കാണണം. അതിന് ഫസ്റ്റ് വരുന്ന നമ്പർ നോക്കുക. ഫസ്റ്റ് വരുന്നത് 3 5 7 എക്സെട്ര ആണ്. അപ്പോൾ അതിൻ്റെ nth ടേമാണ് ഇവിടെ ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ 3 5 7 nth ടേം നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 2n + 1. അപ്പോൾ ഫസ്റ്റ് 2n + 1 വരും. ഇനി ഇങ്ങനെ ഒരു സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ ഈ 3 5 7 എക്സെട്രയുടെ nth ടേം കണ്ട് അവിടെ കൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ ടേം എഴുതണം. അതിന് ഇവിടെയുള്ള ഓരോ രണ്ടാമത്തെ ടേം നോക്കുക. ഫസ്റ്റ് വരുന്നത് 1² ആണ്, സെക്കൻഡ് ടേമിൽ 2², തേർഡ് ടേമിൽ 3². അപ്പോൾ nth ടേമിൽ എന്ത് വരും, n² വരും. ഇത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 2n³ + n² വരും. ഇതാണ് AN വരിക. അതിവിടെ കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ 2n³ + n² വരും. ഈക്വൽ ടു അവിടെ സെപ്പറേറ്റ് സിഗ്മ കൊടുക്കുമ്പോൾ സിഗ്മ 2n³ + സിഗ്മ n² വരും. ഈക്വൽ ടു ഇവിടെ 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2 × സിഗ്മ n³ + സിഗ്മ n² വരും. ഈക്വൽ ടു 2 × സിഗ്മ n³ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. സം ഓഫ് ക്യൂബ് ഓഫ് n നാച്ചുറൽ നമ്പർ എന്നാണ്. സം ഓഫ് ക്യൂബ് ഓഫ് n നാച്ചുറൽ നമ്പർ വരിക n × n + 1/2 ഹോൾ സ്ക്വയർ ആണ്. n × n + 1/2 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ n² എന്ന് പറഞ്ഞാൽ എന്താണ്? n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n × n + 1 × 2n + 1 / 6 വരും. ഈക്വൽ ടു
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി ആൻസർ ആയി. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ആ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കോമൺ ടേമിന് ഔട്ട് സൈഡ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ നോക്കുമ്പോൾ ഇവിടെ n × n+1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു n × n+1 ഉണ്ട്. അപ്പോൾ അവിടെ n × n+1 കോമൺ ആണ്. എൻ്റെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഇവിടെ 2 ഉണ്ട്, 2 മാത്രമല്ല സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 കോമൺ ആണ്. അപ്പോൾ n × n+1/2 ഇവിടെ നിന്ന് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ n × n+1/2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ എന്താ ബാക്കി ഉണ്ടാകുക? ഫസ്റ്റ് ടേമിൽ ഒരു 2 ഇവിടെ ഉണ്ട്. പിന്നെ n × n+1/2 ഹോൾ സ്ക്വയർ ആണ്. അതിൽ നിന്ന് n × n+1/2 ഒരെണ്ണം ഔട്ട് സൈഡ് വരുമ്പോൾ ബാക്കി ഉണ്ടാകുക n × n+1/2 ആണ്. അപ്പോൾ x സ്ക്വയറിൽ നിന്ന് ഒരു x ഔട്ട് സൈഡ് വന്നാൽ ബാക്കി ഒരു x ഉണ്ടാകും. അതുപോലെ n × n+1/2 ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരു n × n+1/2 ഔട്ട് സൈഡിൽ വരുമ്പോൾ ബാക്കി ഉണ്ടാകും n × n+1/2 പ്ലസ് ഇവിടെ വരിക. ഇവിടെ n × n+1 n × n+1 × 2n+1 ആണ്. അവിടെ നിന്ന് n × n+1 പുറത്ത് വന്നു, ബാക്കി വരിക 2n+1/6 നിന്ന് 2 ഔട്ട് സൈഡ് വന്നു, ബാക്കി വരിക 3 വരും. ഈ 2ഉം 2ഉം ഇവിടുന്ന് ക്യാൻസലായി പോകും. ബാക്കി വരിക n × n+1/2 ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n × n+1, ഇവിടെ ക്രോസ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പ്ലസ് 2n+1 ഡിവൈഡഡ് ബൈ 3 വരും, ഈക്വൽ ടു n × n+1/2 ഇൻറ്റു 3n × n² 3n² പ്ലസ് 3n × 1 3n പ്ലസ് 2n+1 ഡിവൈഡഡ് ബൈ 3 വരും. ഇത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ n × n+1 ഇൻറ്റു 3n² പ്ലസ് 5n+1 ഓൾ ഡിവൈഡ് ബൈ 2 × 3 6 വരും. ഇത്രയേ കാണാനുള്ളൂ. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ 1ഉം പിന്നെ 3ഉം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ടോട്ടൽ വരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ സ്പെഷ്യൽ സീരീസ് വരുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കണം, അതിൻ്റെ സം ഓഫ് n ടേംസ് വരിക σan ആണ്. an എന്ന് ഉദ്ദേശിക്കുന്ന nth ടേമാണ്. ആ nth ടേം നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ ഓരോന്നും 2 പ്രൊഡക്റ്റ് ആയതുകൊണ്ട് n ടേമും 2 പ്രൊഡക്റ്റ് ആയിരിക്കും. അതിൽ ഓരോ ടേമും നമ്മൾ കാണണം. അതിൽ ആ പ്രൊഡക്റ്റിൽ ആദ്യത്തെ ടേം കാണണമെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ ടേം എടുക്കുക, എന്നിട്ട് അതിൻ്റെ nth ടേം കാണുക. അപ്പോൾ അതിൻ്റെ nth ടേം നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടുവെച്ചുകൊണ്ടാണ് ഇവിടെ കാണാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണണം. പിന്നെ രണ്ടാമത്തെ ടേമിൻ്റെ n ടേം കണ്ട് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇതേ ക്വസ്റ്റ്യൻ അല്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ നമ്പേഴ്സ് മാത്രം മാറും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 39/10 ആൻഡ് ദർ പ്രൊഡക്റ്റ് ഈസ് 1. ഫൈൻഡ് ദ കോമൺ റേഷ്യോ ആൻഡ് ദ ടേംസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു GPയുടെ ആദ്യത്തെ 3 ടേമിൻ്റെ സമ്മ് 39/10 ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ GPയുടെ കോമൺ റേഷ്യോവും കാണണം, ആ 3 ടേമും കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു GP ഉണ്ട് എന്നല്ലാതെ ആ GPയുമായി ബന്ധപ്പെട്ട ടേമോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നത് ഈ തന്നിരിക്കുന്ന GPയിൽ ഒരു 3 ടേം ഉണ്ട്. ആ 3 ടേമിൻ്റെ സമ്മ്, ആ 3 ടേം കൂട്ടിയാൽ 39/10 കിട്ടും. അത് പ്രൊഡക്റ്റ് ചെയ്താൽ 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ടേമും കോമൺ റേഷ്യോവും കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 39/10 1 എന്നുള്ള നമ്പർ മാറും. 39/10 വരും, വേറൊരു നമ്പർ വരും, 1ന് പകരം വേറൊരു നമ്പർ വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു GPയുടെ ഫസ്റ്റ് 3 ടേംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നത്. ആദ്യത്തെ 3 ടേമിൻ്റെ സമ്മ് ഒരു നമ്പറാണ്, പ്രൊഡക്റ്റ് ഒരു നമ്പറാണെന്നൊക്കെ തന്നപ്പോൾ ആ GPയുടെ ആദ്യത്തെ 3 ടേം നമ്മൾ എടുക്കണം. അവിടെ നമ്മൾ ജനറൽ ഫോം പ്രകാരം ഒരു GPയുടെ ആദ്യത്തെ 3 ടേം എന്ന് പറഞ്ഞാൽ AR ആണ്. പക്ഷേ അതെടുക്കരുത്. അതെടുത്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഇതുപോലെ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു GPയുടെ 3 ടേമിൻ്റെ സമ്മും 3 ടേമിൻ്റെ പ്രൊഡക്റ്റും തന്നാൽ, ഒരു GPയുടെ 3 ടേമിൻ്റെ സമ്മും 3 ടേമിൻ്റെ പ്രൊഡക്റ്റും തന്നിട്ട് ആ കോമൺ റേഷ്യോയും ടേമും ഒക്കെ കാണാൻ തന്നാൽ നമ്മൾ ആ 3 ടേം എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ടേക്ക് 3 terms are A/R AR ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആ GPയുടെ ജനറൽ ഫോം പഠിച്ചിട്ടുണ്ട്. ജനറൽ ഫോം AR AR² എക്സെട്രയാണ്. അവിടെ ആദ്യത്തെ 3 ടേം വരിക AR ആണ്. അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുത്താൽ നമുക്ക് നമ്പർ കിട്ടില്ല, അവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ എടുക്കണം. അതൊരു സ്പെഷ്യൽ കേസാണ്. ഇതുപോലെ എപ്പോഴും മാത്രമേ ഇങ്ങനെ എടുക്കാവൂ.
ഒരു ജി പിയുടെ ആ ജി പിനെ പറ്റി ഒന്നും തരില്ല, ഒരു ജി പിയുടെ 3 ടേമിൻ്റെ സമ്മ് ഇന്നതാണ്, 3 ടേമിൻ്റെ പ്രൊഡക്റ്റ് ഇന്നതാണെന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ആ 3 ടേമിനെ നമ്മൾ എങ്ങനെ എടുക്കണം? A/R A/AR എന്ന് എടുക്കണം. ഓക്കെ, അത് മറന്നു പോകാൻ പാടില്ലേ. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടേംസ് ഈക്വൽ ടു 1 ആണ്. ഈ ടേമിൻ്റെ പ്രൊഡക്റ്റ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ടേമിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? A/R ഇൻറ്റു A ഇൻറ്റു AR ഈക്വൽ ടു 1. ഇത് ജി പിയിലെ ടേം തന്നെയാണ്. കാരണം അത് നമുക്ക് സംശയം തരും, ഇങ്ങനെ തോന്നുന്ന പോലെ എടുത്താൽ ജി പിയിലെ ടേം ആണെന്നോ. ജി പിയിലെ ടേം ആണെങ്കിൽ ഒന്നാമത്തെ ടേമിനോട് കൂടി ഒരു നമ്പർ ഗുണിച്ചാൽ രണ്ടാമത്തെ കിട്ടണം, രണ്ടാമത്തേനോട് കൂടി അതേ ഗുണിച്ചാൽ മൂന്നാമത്തെ കിട്ടണം എന്നാണ്. A/R കൂടി 6 ഗുണിച്ചാൽ A കിട്ടും, 6 6 ക്യാൻസൽ ആവും. Aൻ്റെ കൂടി AR ഗുണിച്ചാൽ കൂടി 6 ഗുണിച്ചാൽ AR കിട്ടും. അപ്പോൾ അത് ജി പി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് 1 കിട്ടും. അപ്പോൾ A/R ഇൻറ്റു A ഇൻറ്റു AR ഈക്വൽ ടു 1. ഇവിടുന്ന് 6 6 ക്യാൻസൽ ആവും. ബാക്കി വരെ A ഇൻറ്റു A ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞാൽ A³ ഈക്വൽ ടു 1 വരും. A³ 1 ആണെങ്കിൽ A എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അവിടുന്ന് ഫസ്റ്റ് ടേം കിട്ടി, A ഈക്വൽ ടു 1 കിട്ടി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 1ന് പകരം -1 തരിക. അപ്പോൾ A/R ഇൻറ്റു A ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ A³ -1 വരും. A³ -1 ആണെങ്കിൽ A -1 ആയിരിക്കും. ആ ഒരു വ്യത്യാസം ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ therefore the terms are, ഈ ടേംസിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? ടേംസ് ആർ, നമ്മൾ ടേമിനെ എടുത്തത് A/R AAR ആണ്. അവിടുന്ന് എയുടെ വില കിട്ടി. ആ എയുടെ വില അവിടെ കൊടുക്കുമ്പോൾ ടേംസ് എന്താ വരിക? 1/R, 1, 1 ഇൻറ്റു ആർ. 1 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 6 വരും. A1 ആണ്. അപ്പോൾ 1/R, 1 ഇൻറ്റു ആർ 6 വരും. ഇതാണ് ടേം. ഇനി അടുത്ത കണ്ടീഷൻ എടുക്കുക. നമ്മൾ ഈ 3 ടേമിൻ്റെ പ്രൊഡക്റ്റ് 1 ആണെന്ന് എടുത്തപ്പോഴാണ് A കിട്ടിയത്. ഇനി ഇതിൻ്റെ സം എത്രയാണ്? 13/10 ആണ്. അതുകൂടി എടുക്കുക. ഓൾസോ സം ഓഫ് these terms equal to 39/10 ആണ്. ദാറ്റ് ഈസ് സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/R പ്ലസ് 1 പ്ലസ് R ഈക്വൽ ടു 39/10. നമ്മളെ 3 ടേം ഇതായിരുന്നു ടേം. പക്ഷേ അവിടെ എയുടെ വില കിട്ടിയപ്പോൾ അതിനെ മാറ്റി ഇതുപോലെ എഴുതി. 1/R പ്ലസ് 1 പ്ലസ് R ഈക്വൽ ടു 39/10. ഇവിടെ മാത്രമേ ഡിനോമിനേറ്റർ വരുന്നുള്ളൂ. ഇത് രണ്ടിനും ഡിനോമിനേറ്ററില്ല. അപ്പോൾ നമുക്കൊരു കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഈ 6 കൊണ്ട് ഇത് രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 കൊണ്ട് ഇത് രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് R ഇൻറ്റു 1 R പ്ലസ് R ഇൻറ്റു R R സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു 39/10 വരും. ഇനി ഒരു മ്യൂച്വൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രണ്ടിടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. അപ്പോൾ 10 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 10 ഇൻറ്റു ഇവിടെ വരുന്നത് 1 പ്ലസ് R സ്ക്വയർ ആണ്. അതിന് നമുക്കൊരു ഓർഡറിൽ എങ്ങനെ എഴുതാം? R സ്ക്വയർ പ്ലസ് R പ്ലസ് 1 ഈക്വൽ ടു 39R വരും. R ഇൻറ്റു 39R. ദാറ്റ് ഈസ് ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10R സ്ക്വയർ പ്ലസ് 10R പ്ലസ് 10 ഈക്വൽ ടു 39R. ആ 39Rനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 10R സ്ക്വയർ പ്ലസ് 10R പ്ലസ് 10 മൈനസ് 39R ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് 10R സ്ക്വയർ 10R മൈനസ് 39R എന്ന് പറയുമ്പോൾ മൈനസ് 29R വരും. പ്ലസ് 10 ഈക്വൽ ടു 0 വരും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക? R ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a ആണ്. അപ്പോൾ R ഈക്വൽ ടു ഇവിടെ എക്സിന് പകരം R ആണ്. R ഈക്വൽ ടു -b. അപ്പോൾ മൈനസ് ഓഫ് b ആരാണ്? -29 ആണ്. ax² പ്ലസ് bx പ്ലസ് c ആണ്. അപ്പോൾ b -29 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ -29 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2a വരും. 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10 വരും. ഈക്വൽ ടു മൈനസ് ഓഫ് -29 29 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് -29ൻ്റെ സ്ക്വയർ ആണ് വേണ്ടത്. മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആകും. 29ൻ്റെ സ്ക്വയർ വരിക 841 ആണ്. മൈനസ് 4 ഇൻറ്റു 10 40 40 ഇൻറ്റു 10 400 വരും. 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 20 വരും. ഈക്വൽ ടു 29
പ്ലസ് ഓർ മൈനസ് റൂട്ട് 841 മൈനസ് 400 എന്ന് പറയുമ്പോൾ 441/20 വരും. ഈക്വൽ ടു 29 പ്ലസ് ഓർ മൈനസ് റൂട്ട് 441 റൂട്ട് 441 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21/20 വരും. അപ്പോൾ അവിടെ 2 വാല്യൂ വരും. ദെർഫോർ R ഈക്വൽ ടു 29 പ്ലസ് 21/20 വരും. ഓർ R ഈക്വൽ ടു 29 മൈനസ് 21/20 വരും. ദറ്റ് ഈസ് R ഈക്വൽ ടു 29 പ്ലസ് 21 50/20 വരും. അല്ലെങ്കിൽ R ഈക്വൽ ടു 29 മൈനസ് 21 8/20 വരും. 8/20 കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ് ഇത്. ദാറ്റ് ഈസ് R ഈക്വൽ ടു 50/20 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ക്യാൻസൽ ചെയ്തിട്ട് 5/2 വരും. ഓർ R ഈക്വൽ ടു 8/20 ആണ്. 8/20 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 4 കൊണ്ട് റിഡ്യൂസ് ചെയ്യാം. 4 ഇതിൽ 2 പ്രാവശ്യം പോവും, ഇതിൽ 4 പ്രാവശ്യം പോവും, സോറി ഇതിൽ 5 പ്രാവശ്യം പോവും. അപ്പോൾ 2/5 വരും. കഴിഞ്ഞു, ഫസ്റ്റ് കഴിഞ്ഞു. കോമൺ റേഷ്യോ കിട്ടി. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആണ് കണ്ടത്. ആ 6 എന്ത് കിട്ടി? 5/2 അല്ലെങ്കിൽ 2/5 എന്ന് പറഞ്ഞാൽ 2 കോമൺ റേഷ്യോ കിട്ടി. 2 കോമൺ റേഷ്യോ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന GP നമുക്ക് GP ഏതാണെന്ന് തന്നിട്ടില്ല, ഏതൊരു GP ഉണ്ട്. ആ GPയുടെ 3 ടേമിൻ്റെ സമ്മ് 39/10 അതിൻ്റെ പ്രൊഡക്റ്റ് 1 ആവണമെങ്കിൽ അതിൻ്റെ കോമൺ റേഷ്യോ എന്തൊക്കെയാവാമെന്ന് പറഞ്ഞാൽ 5/2 കോമൺ റേഷ്യോ ആണെങ്കിലും ഇതേ ആൻസർ കിട്ടും, 2/5 കോമൺ റേഷ്യോ ആണെങ്കിൽ ഇതേ ആൻസർ കിട്ടും. ഇതാണ് വരിക. ഇനി നമുക്ക് ടേംസ് കാണണം. ആൻഡ് ദ ടേംസ് കാണണം. അപ്പോൾ ടേംസ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ടേംസ്. അവിടുന്ന് എയുടെ വില കൂട്ടി ഇതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആറിൻ്റെ വില കൊടുക്കണം. ആറിൻ്റെ ഏത് വില കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ ആദ്യം R ഈക്വൽ ടു 5 കൊടുക്കുക, 5/2 കൊടുക്കുക. അപ്പോൾ വെൻ R ഈക്വൽ ടു 5/2 ആകുമ്പോൾ നമ്മൾ ടേംസ് വരിക. ടേംസ് ആർ എന്തൊക്കെയാണ് വരിക? 1/R. 1/R എന്ന് പറഞ്ഞാൽ 1/5/2 1 R. R എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 1/5/2 1 ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യുൽക്രമാണ്, റെസിപ്രോക്കലാണ്. അപ്പോൾ 1/5/2 എന്ന് പറഞ്ഞാൽ 2/5 വരും. 1 5/2 ടേംസ് കിട്ടി. ഇനി R 2/5 ആകുമ്പോഴുള്ള ടേംസ് കാണണം. അപ്പോൾ വെൻ R ഈക്വൽ ടു 2/5 ആകുമ്പോൾ ടേംസ് വരിക 1/R. 1/R എന്ന് പറഞ്ഞാൽ 1/2/5 1 2/5 ആണ്. 1/2/5 എന്ന് പറയുമ്പോൾ 5/2 1 2/5 വരും. ഇതാണ് ടേംസ് വരിക. അതിൽ Rന് ഫസ്റ്റ് നമ്പർ വരുമ്പോഴുള്ള ടേംസ് കണ്ടാൽ മതി. ആ ടേംസിനെ നേരെ തിരിച്ചെഴുതിയാൽ സെക്കൻഡിലെ ടേം കിട്ടും. Rന് സെക്കൻഡ് വാല്യൂ വരുമ്പോഴുള്ള ടേം കിട്ടും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ആൻസർ വരിക. Rന് ആദ്യത്തെ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് തിരിച്ച് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ കിട്ടും. അപ്പോൾ ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായി തരുന്നുണ്ട്, കറക്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു GPയുടെ 3 ടേമിൻ്റെ സമ്മും 3 ടേമിൻ്റെ പ്രൊഡക്റ്റും നമുക്ക് തന്നിട്ട് ടേംസും റേഷ്യോവും കാണാൻ ചോദിക്കും. അങ്ങനെയുള്ള കേസിൽ 3 ടേം നമ്മൾ എടുക്കണം. ആ 3 ടേം നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് A/R AR ആണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ ആ ജനറൽ ഫോമിൻ്റെ രീതിയിൽ AR AR² എടുക്കരുത്. അങ്ങനെ എടുത്താൽ നമുക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് എടുക്കേണ്ടത്. എപ്പോഴും മാത്രമേ ഇതുപോലെ A/R AR എടുക്കാൻ പാടുള്ളൂ. 3 ടേമിൻ്റെ സം ഇന്നതാണ്, അതിൻ്റെ പ്രൊഡക്റ്റ് ഇന്നതാണെന്ന് പറഞ്ഞാൽ തന്നാൽ മാത്രം അവരുടെ 3 ടേമൊന്നും തരില്ല. അതിൻ്റെ സമ്മും പ്രൊഡക്റ്റും മാത്രമേ തരുള്ളൂ. അപ്പോഴും മാത്രമേ ഇതുപോലെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ് ഇൻസേർട്ട് 3 terms between 1 and 256 so that the resulting sequence is a GP. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ചെയ്തതാണ്. ഇൻസേർട്ട് അവിടെ 6 terms ആയിട്ടായിരുന്നു. 6 terms or 5 terms or between 8 and 24 the resulting sequence is a AP എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അതേ മോഡൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 1 256 എന്നുള്ള 2 നമ്പർ ഉണ്ട്. ഈ 2 നമ്പറിൻ്റെ ഇടയിലേക്ക് 3 നമ്പറിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 നമ്പറിൻ്റെ ഇടയിലേക്ക് 3 നമ്പറിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ എത്ര നമ്പർ ഉണ്ടാവും? 5 നമ്പർ ഉണ്ടാവും. ഈ 1ഉം 256ഉം അതിൻ്റെ ഇടയിൽ വരുന്ന 3 നമ്പറും കൂടെ 5 നമ്പർ ഉണ്ടാവും. ആ 5 നമ്പറും കൂടെ എന്ത് ഫോം ചെയ്യുന്ന പറയുന്നത്? ഒരു GP ഫോം ചെയ്യുന്ന പറയുന്നത്. എന്നാൽ ആ 5 നമ്പറിൻ്റെ ഒരു സീക്വൻസ് എടുത്താൽ അതൊരു GP ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 ടേം ഏതൊക്കെയായിരിക്കും എന്നാണ് കാണേണ്ടത്. അപ്പോൾ 1ൻ്റെയും 256ൻ്റെ ഇടയ്ക്ക് 3 ടേം എന്ന് പറഞ്ഞാൽ പല നമ്പറിനെ നമുക്ക് വെക്കാം. 1ഉം 256ഉം അല്ലാതെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് നമ്പർ ഉണ്ടാവും. ഏത് നമ്പറിനെ വേണേൽ വെക്കാം. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 നമ്പറിനെ വെച്ച് കഴിഞ്ഞാൽ
ആ സീക്വൻസ് ഒരു ജി പി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്ന നമ്പറിനെ വെക്കാൻ പറ്റില്ല. കാരണം അതൊരു ആ സീക്വൻസ് ജി പി ആയിരിക്കണം. ജി പി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമൺ റേഷ്യോ ഉണ്ടായിരിക്കണം. ഓരോ നമ്പറിനെയും ഒരു ഫിക്സഡ് കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിച്ചതായിരിക്കണം അടുത്ത ടേം വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലാതെ ചുമ്മാ ഇൻസേർട്ട് 3 നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 2 and 1 and 256 ഇത്രയേ ഉള്ളൂ ക്വസ്റ്റൻ എങ്കിൽ നമുക്ക് തോന്നുന്ന ഏത് നമ്പറിനെ വേണമെങ്കിൽ അതിനകത്ത് വെക്കാം. പക്ഷേ അത് സീക്വൻസ് ജി പി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ 3 നമ്പറായി, ആ 3 ടേമായി നമ്മൾ 3 നമ്പർ എടുക്കുക. ടേക്ക് 3 ടേംസ് ആർ G1, G2, G3. നമ്മൾ 3 ടേമായി നമ്മൾ ഏതെടുത്തു? G1, G2, G3. അത് ജോമെട്രിക്കൽ പ്രോഗ്രഷന് വേണ്ടി G എടുത്തതാണ്. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ A1, A2, A3 എന്ന് എടുത്തത്. അത് എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ഇൻസേർട്ട് ചെയ്യുന്ന 3 നമ്പറായി G1, G2, G3 എടുത്തു. Therefore എന്ത് പറയാം? 1 G1, G2, G3, 256 ഈസ് എ ജി പി. അതൊരു ജി പി ആണ്. അപ്പോൾ ഈ 1ൻ്റെയും 256ൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുന്ന 3 നമ്പറായി നമ്മൾ G1, G2, G3 എടുത്തു. ആ G1, G2, G3 ഇതിൻ്റെ ഇടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ 1 G1, G2, G3, 256 എന്നുള്ള 5 നമ്പർ ഉണ്ടാവും. അത് എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ജി പി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പർ കാണണം. അപ്പോൾ ഓൾറെഡി ഇതൊരു ജി പി ആണ്. ഇതൊരു ജി പി ആയതുകൊണ്ട് അവിടെ ഫസ്റ്റ് ടേമാണ് ആര് വരിക? 1 വരിക. ഓക്കെ, ഫസ്റ്റ് ടേമാണ് 1 വരിക. ഇനി കോമൺ റേഷ്യോ കിട്ടിയാൽ ബാക്കിയൊക്കെ കാണാം. ആ കോമൺ റേഷ്യോ നമ്മൾ കാണണം. ആ കോമൺ റേഷ്യോ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ 256 എന്നുള്ളത് എത്രാമത്തെ നമ്പറാണ്? ഈ ജി പിയിലെ 5ാമത്തെ നമ്പറല്ലേ? അവിടെ നമ്മളും അതുപോലെ തന്നെ എടുത്തത്. എ പിയിലും അതുപോലെയാണ് കണ്ടത്. ഈ 1 G1, G2, G3, 256 എന്നുള്ളതൊരു ജി പി ആണെങ്കിൽ അതിൽ 1ാമത്തെ ടേമാണ് 1, 2ാമത്തേതാണ് G1, 3ാമത്തേതാണ് G2, 4ാമത്തേതാണ് G3, 5ാമത്തേതാണ് G4. അപ്പോൾ 5ാമത്തെ ടേം A5 ആണ് 256 വരിക. സോറി, G4 അല്ല, 256 വരിക. എന്താണ് A5? A5 എന്ന് പറഞ്ഞാൽ AR⁴ ആണ്. കാരണം AN, nth ടേം AN എന്ന് പറഞ്ഞാൽ AR⁻n-1 ആണ്. അപ്പോൾ അവിടെ A5 എന്ന് പറഞ്ഞാൽ AR⁵ AR⁵ AR⁴ വരും. അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റെപ്പൊന്നും എഴുതണ്ട, നേരെ എഴുതണം. AR⁴ = 256 വരും. ഓക്കെ, ഇവിടെ A എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 × R⁴ = 256 ആണ്. ദാറ്റ് ഈസ് R⁴ = 256 വരും. Therefore R = എന്താ വരിക? R⁴ 256 ആണെങ്കിൽ R എന്താണ്? അത് കാണണേ നമ്മൾ 256നെ ഒരു നമ്പറിൻ്റെ 4 പ്രൊഡക്റ്റ് ആക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ R⁴ എന്ന് പറഞ്ഞാൽ R × അല്ലേ? അതുപോലെ 256നെ ഒരു നമ്പറിൻ്റെ 4th പവറായിട്ട് എഴുതുക. 256നെ ഒരു നമ്പറിൻ്റെ 4th പവറായിട്ട് എങ്ങനെ എഴുതാം? 4⁴ എന്ന് എഴുതാം. കാരണം 4 × 4 എന്ന് പറഞ്ഞാൽ 256 ആണ്. അപ്പോൾ 4⁴ എന്ന് എഴുതാം. അപ്പോൾ R⁴ = 4⁴ ആണെങ്കിൽ R = എന്ത് വരും? 4 വരും. അതൊന്നും ജോമെട്രിക്കൽ പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ലേ. നമ്മൾ സാധാരണ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലെ സിമ്പിൾ ടെക്നിക്സ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ച് വെക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ R⁴ കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ റേഷ്യോയും കിട്ടി. Therefore G2 കാണണം. G2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്രാമത്തെ ടേമാണ്? സെക്കൻഡ് ടേമാണ്. ഈ സെക്കൻഡ് ടേം എന്നൊന്നും എഴുതണ്ട, A2 എന്ന് എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. അത് അവിടെയും ഞാൻ പറഞ്ഞതാണ്. G2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമാണ്. ഈ സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ ആണ്. ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 × 4 = 4 വരും. കഴിഞ്ഞ്. ഇനി G3 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ടേമാണ്. G3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേമാണ്. ഈ തേർഡ് ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? സെക്കൻഡ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ ആണ്. സെക്കൻഡ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ. സെക്കൻഡ് ടേം 4 ആണ്. 4 × 4 = 16. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. ഇനി G4 കാണണം. സോറി, G1 ആണ് ആദ്യത്തെ അല്ലേ? G1, G2, G3 കുഴപ്പമില്ല. G3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4th ടേമാണ് G3. അപ്പോൾ G3 എന്ന് പറഞ്ഞാൽ 4th ടേമാണ്. അവിടെ 3 വന്നുകൊണ്ട് നോക്കണ്ടേ, നമ്മളിവിടെ എഴുതിയാൽ നോക്കേണ്ടത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇത് 4th ടേമാണ്. 4th ടേം എങ്ങനെയാണ് കിട്ടുക? 4th ടേം കിട്ടണമെങ്കിൽ ആ ജി പിയുടെ കൺസെപ്റ്റ് പ്രകാരം തേർഡ് ടേമിനെ കോമൺ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തേർഡ് ടേം 16 ആണ്. 16 × 4. 16 × 4 എന്ന് പറഞ്ഞാൽ 64 വരും. അപ്പോൾ ആ ടേം കിട്ടി. G1 4 ആണ്,
G2 16 ആണ്, G3 64 ആണ്. ഇതാണ് നമ്മുടെ ടേം വരിക. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് mth term of an AP is n and nth term is m, find the pth term. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് തന്നത് mth ടേം n ആണ്. ഒരു എ പിയുടെ mth ടേം, mth പ്ലേസിൽ വരുന്ന ടേം n ആണ്. അതുപോലെ nth പ്ലേസിൽ വരുന്ന ടേം m ആണ്. എന്താണ് ഇപ്പം പറയുക, നമ്മൾ രണ്ടാമത്തെ ടേം 3ഉം മൂന്നാമത്തെ ടേം 2ഉം ആണെന്ന് പറയാൻ പോലെ, ഒരു എ പിയുടെ രണ്ടാമത്തെ ടേം 3 ആണ്, മൂന്നാമത്തെ ടേം 2ഉം ആണ്. അതുപോലെ ഒരു എ പിയുടെ mth ടേം n ആണ്, nth ടേം m ആണ്. അങ്ങനെയാണ് നമുക്ക് pth ടേം കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം, നമുക്ക് എന്താണ് കാണേണ്ടത് ഇവിടെ നിന്ന്. pth ടേം ആണ്. pth ടേം എന്ന് പറഞ്ഞാൽ ഒരു ടേം ആണ് കാണേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു എ പിയുടെ ടേം കാണണമെങ്കിൽ നമ്മൾ ടേമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? nth ടേം കാണാനുള്ള ഇക്വേഷൻ വരിക, നമ്മൾ സൈഡിൽ അവിടെ എഴുതിയേക്കാം. nth ടേം കാണാനുള്ള ഇക്വേഷൻ വരിക an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ദർഫോർ നമുക്ക് കാണുന്നത് pth ടേം ആണ്. pth ടേമിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എ പി എന്നാണ്. nth ടേമിനെ a എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ pth ടേമിനെ എ പി എന്ന് ഡിനോട്ട് ചെയ്യും. ഈ എ പി വരും എന്താണ്? എ പി എന്ന് പറഞ്ഞാൽ എ എന്നിലെ എന്നിന് പകരം പി വന്നതാണ്. അപ്പോൾ അത് വരിക എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി വരും. എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി, അതാണ് pth ടേം. എ പ്ലസ് പി, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ pth ടേം എ പി കാണണമെങ്കിൽ എ പ്ലസ് പി മൈനസ് ഡി ഇൻറ്റു ഇക്വേഷൻ ഉപയോഗിക്കാം. അത് കാണാൻ നമുക്ക് എയും അറിയണം, ഡിയും അറിയണം. പി അറിയണ്ട, പി തന്നെയാണ്, കാരണം pth ടേം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എയും ഡിയും അറിയണം. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് pth ടേം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എയും ഡിയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ എന്ത് തന്നിരിക്കുന്നത്? mth ടേമും nth ടേമും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എഴുതുക. അപ്പോൾ നമുക്ക് എന്താ തന്നത്? given that mth ടേം ഈക്വൽ ടു n ആണ്. എന്താണ് ഈ mth ടേം? am ആണ്. mth ടേമിന് നമ്മളെങ്ങനെ എഴുതുക? am. അതാണ് എന്ത്? n വരിക. ആൻഡ് nth ടേമിൽ നമ്മൾ an ആണ് ഡിനോട്ട് ചെയ്യുക. an ആണ് m. ഈ mth ടേമിനെ നമ്മളെങ്ങനെ എഴുതുക? nth ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതുപോലെ mth ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n വരും. a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അതുപോലെ nth ടേം m ആണ്. ഈ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതെത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? m ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ നമുക്ക് എയും കിട്ടും, ഡിയും കിട്ടും. കാരണം നമുക്ക് pth ടേം കാണാൻ എയും ഡിയും ആണ് വേണ്ടത്. അത് കാണാൻ വേണ്ടി നമുക്കിവിടെ mth ടേമും തന്നിട്ടുണ്ട്, nth ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ mth ടേം n ആണ്. അപ്പോൾ mth ടേമിനെ നമ്മളെങ്ങനെ എഴുതുക? a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി, അത് n ആണ്. nth ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു, അത് n ആണ്. ഇത് സോൾവ് ചെയ്യുക. ഇക്വേഷനെ സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എ എലിമിനേറ്റ് ചെയ്യാം. എ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് 2 ചെയ്യാം. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണേ. കാരണം ഞാനത് സ്കൂളിൽ നിങ്ങൾ പഠിച്ചതാണ്, ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ്. അപ്പോൾ 1 മൈനസ് 2 ചെയ്യുക. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോൾ എ മൈനസ് എ ക്യാൻസൽ ആവും, 0 ആയി പോകും. എ മൈനസ് എ ക്യാൻസലായി. ബാക്കി മൈനസ് ചെയ്യുമ്പോൾ m മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി, n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു, ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ക്യാൻസലായി, 0 ആയി. ഇനി ഇത് രണ്ടും മൈനസ് ചെയ്തു, ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? n മൈനസ് m വരും. n മൈനസ് m. ഇനി ഇവിടെ നോക്കുമ്പോൾ m മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി കോമൺ ആണ്. ആ ഡി നമ്മളിങ്ങ് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ആ ഡി ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ വരിക m മൈനസ് 1 മൈനസ് n മൈനസ് 1 ആണ്. m മൈനസ് 1 മൈനസ് n മൈനസ് 1 ഈക്വൽ ടു n മൈനസ് m വരും. ഓക്കെ, ദാറ്റ് ഈസ് ഡി ഇൻറ്റു, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, m മൈനസ് 1, ഈ മൈനസ് കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു n മൈനസ് n മൈനസ് ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു n മൈനസ് m വരും. ദാറ്റ് ഈസ് ഡി ഇൻറ്റു
ഈ -1ഉം +1ഉം ക്യാൻസലായി. -1ഉം +1ഉം ക്യാൻസലായി. ബാക്കി വരിക m - n ആണ്. ഈക്വൽ ടു n - m വരും. therefore d ഈക്വൽ ടു ഇതങ്ങോട്ട് പോകുമ്പോൾ n - m/m - n വരും. n - m ഡിവൈഡഡ് ബൈ m - n. അപ്പോൾ d കിട്ടി. അപ്പോൾ ഈ ഡീനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഇവിടെ n - m ആണ്, ഇവിടെ m - n ആണ്. നമ്മൾ രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷേ എന്തോ ഒരു ഡിഫറൻസ്, ചെറിയൊരു സ്മോൾ ഡിഫറൻസ് അവിടെ ഉണ്ട്. എന്താണ് ഡിഫറൻസ്? ഇവിടെ m ഉണ്ട്, ഇവിടെ m ഉണ്ട്, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? ഇവിടെ പോസിറ്റീവ് m വരേണ്ട സ്ഥാനത്ത് ഇവിടെ നെഗറ്റീവ് m ആണ്. ഇവിടെ നെഗറ്റീവ് n വരേണ്ട സ്ഥാനത്ത് ഇവിടെ പോസിറ്റീവ് n ആണ്. അതാണ് ഒരു വ്യത്യാസം ഉള്ളത്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മാറ്റി അതിനെ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുക്കുക. കാരണം ഇവിടെ ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസമുള്ളത്. പോസിറ്റീവ് m വരേണ്ട സ്ഥാനത്ത് നെഗറ്റീവ് m ആണ്. അതാണ് ഒരു നെഗറ്റീവായി പോയത്. ഇനി നെഗറ്റീവ് m വരേണ്ട സ്ഥാനത്ത് പോസിറ്റീവ് n ആണുള്ളത്. അപ്പോൾ ഒരു നെഗറ്റീവാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവിന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടുന്ന് നെഗറ്റീവിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്നിൽ നിന്ന് നെഗറ്റീവിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ -n വരും. കാരണം ഇത് പോസിറ്റീവ് n ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് n വരും. ഇനി നെഗറ്റീവ് എമ്മിൽ നിന്ന് നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് m വരും. ഡിവൈഡഡ് ബൈ m - n വരും. ഈക്വൽ ടു മൈനസ് ഓഫ് -n + m എന്ന് പറഞ്ഞാൽ m - n ഡിവൈഡഡ് ബൈ m - n വരും. ഇത് രണ്ടും ക്യാൻസലായി പോകും. ബാക്കി വരിക -1 ആണ്. കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് -1 ആണ്. കഴിഞ്ഞിട്ടില്ല. ഇനി ആരെ കാണണം? എ കാണണം. അപ്പോൾ ഈ എ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ കോമൺ ഡിഫറൻസിനെ ഒന്നുകിൽ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് d ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ നമ്പർ 1. ആ d ഈക്വൽ ടു -1 എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരിക a പ്ലസ് m - 1 ഇൻറ്റു d. d എത്രയാടാ? -1 ആണ്. m - 1 ഇൻറ്റു d ആണ്. d -1 ആണ്. ഈക്വൽ ടു n വരും. ഈക്വൽ ടു n. ഓക്കെ, ദാറ്റ് ഈസ് a പ്ലസ് m - 1 ഇൻറ്റു -1 ആണ്. ഈ -1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ m ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -m, -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +1 ഈക്വൽ ടു n വരും. ഈക്വൽ ടു n. ദെർഫോർ നമുക്ക് a ആണ് കാണേണ്ടത്, ഫസ്റ്റ് ടൈം ആണ് കാണേണ്ടത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഓൾറെഡി n ഉണ്ട്. ഈ -m ഇപ്പോൾ വരുമ്പോൾ +m, ഈ +1 ഇപ്പോൾ വരുമ്പോൾ -1 വരും. ദാറ്റ് ഈസ് m + n - 1 വരും. m + n - 1 അതാണ് ഫസ്റ്റ് ടേം വരിക. ശ്രദ്ധിക്കണേ, കാൽക്കുലേഷൻ നോക്കണേ. m ഇൻറ്റു -1 നെഗറ്റീവ് m, -1 ഇൻറ്റു -1 പോസിറ്റീവ് 1 വരും. അപ്പോൾ a പ്ലസ് -m + 1 ഈക്വൽ ടു n വരും. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? a ആണ്. അപ്പോൾ ബാക്കിയുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാം. കഴിഞ്ഞു. ഇനി നമുക്ക് pth ടേം കാണാം. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ദെർഫോർ pth ടേം AP ഈക്വൽ ടു നമ്മൾ ആ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. a പ്ലസ് p - 1 ഇൻറ്റു d ആണ്. ഈക്വൽ ടു എന്നതാ a വരുന്നത്? m + n - 1 പ്ലസ് p - 1 ഇൻറ്റു d എത്രയാണ്? -1 ആണ്. അപ്പോൾ a വരിക m + n - 1 പ്ലസ് p - 1 ഇൻറ്റു d -1 ആണ്. ഈക്വൽ ടു m + n - 1 പ്ലസ് p - 1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ p - 1 -1 കൊണ്ട് ഗുണിക്കുമ്പോൾ p ഇൻറ്റു -1 മൈനസ് p, -1 ഇൻറ്റു -1 +1 വരും. ഈക്വൽ ടു ഇപ്പോൾ നോക്കിയേ ഇവിടെ എന്ത് വരും? ഈ -1ഉം +1ഉം ക്യാൻസൽ ആവും. -1 +1 0 ആകും. ബാക്കി വരിക m + n - p ആണ്. m + n - p അവിടെ കഴിഞ്ഞു. അപ്പോൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പിന്നെ നമുക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വിട്ടൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമുക്ക് അതോടെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്, ഇഫ് സം ഓഫ് p ടേംസ് ഓഫ് an AP ഈക്വൽ ടു സം ഓഫ് q ടേംസ്, ഫൈൻഡ് ദ സം ഓഫ് p + q ടേംസ് ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കാണാൻ നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്. ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു AP, ആ APയുടെ ആദ്യത്തെ p ടേംസിൻ്റെ സമ്മും ആദ്യത്തെ q ടേംസിൻ്റെ സമ്മും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ p + q ടേംസിൻ്റെ സമ്മ് കാണണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ പറയുന്നു, ഒരു APയുടെ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മും ആദ്യത്തെ 15 ടേമിൻ്റെ സമ്മും ഈക്വലാണ്.
എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ടേം ആഡ് ചെയ്താൽ കിട്ടുന്നതും ആദ്യത്തെ 15 ടേം ആഡ് ചെയ്താൽ കിട്ടുന്നതും സെയിം നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കാണണം? പി പ്ലസ് ക്യൂ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട നമ്പർ 10 ടേമാണ്, രണ്ടാമത് 15 ടേം, ഇത് കൂട്ടുക, അപ്പോൾ 25 കിട്ടും. 25 ടേമിൻ്റെ സമ്മ് കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു പി ടേംസ്, നമ്പർ ഓഫ് ടേംസ് പി ആണ്, ആ ടേംസിൻ്റെ സമ്മും ആദ്യത്തെ ഒരു ക്യൂ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പി എന്നുള്ള നമ്പറും ക്യൂ എന്നുള്ള നമ്പറും കൂട്ടി ഒരു നമ്പർ കിട്ടും, പി പ്ലസ് ക്യൂ. ആ പി പ്ലസ് ക്യൂ ടേംസിൻ്റെ സമ്മ് കാണണം. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് പി പ്ലസ് ക്യൂ ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ ഇവിടെ സമ്മാണ് കാണേണ്ടത്. സമ്മ് കാണണേ സമ്മിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് ഇക്വേഷൻ സൈഡിൽ എവിടെ എഴുതിയേക്കുക. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ വരിക എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് വരിക എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. നമുക്ക് എത്ര ടേമിൻ്റെ സമ്മാണ് കാണുന്നത്? പി പ്ലസ് ക്യൂ ടേംസിൻ്റെ സമ്മാണ് കാണുന്നത്. അപ്പോൾ പി പ്ലസ് ക്യൂ ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ അവിടെ n എത്രയാണ്? പി പ്ലസ് ക്യൂ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. എത്ര ടേംസിൻ്റെ സമ്മാണോ കാണേണ്ടത് അതാണ് n. ഇവിടെ നമുക്ക് പി പ്ലസ് ക്യൂ ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ n പി പ്ലസ് ക്യൂ ആണ്. അപ്പോൾ n-ന് പകരം പി പ്ലസ് ക്യൂ കൊടുക്കുമ്പോൾ എസ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു n/2. n/2 എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ബൈ 2 ഇൻറ്റു 2a പ്ലസ് n-1. n എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആണ്, -1 ഇൻറ്റു ഡി വരും. ഇതാണ് ആദ്യത്തെ പി പ്ലസ് ക്യൂ ടേംസിൻ്റെ സമ്മ് വരും. ആ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അത് കാണാൻ നമുക്ക് എയും ഡിയും ഒക്കെ വേണം. അത് കാണാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ആദ്യത്തെ പി ടേംസിൻ്റെ സമ്മും ആദ്യത്തെ ക്യൂ ടേംസിൻ്റെ സമ്മും ഈക്വലാണ് എന്ന് പറഞ്ഞാൽ ആ എ പിയുടെ ആദ്യത്തെ പി ടേംസ് ആഡ് ചെയ്താലും ആദ്യത്തെ ക്യൂ ടേംസ് ആഡ് ചെയ്താലും സെയിം നമ്പറാണ് കിട്ടുക. അത് നമ്മൾ അവിടെ എഴുതി വെക്കുക. ഗിവൺ ദാറ്റ് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ആദ്യത്തെ പി ടേംസിൻ്റെ സമ്മിനെയാണ് നമ്മൾ അങ്ങനെ എഴുതുക എസ് പി. ആദ്യത്തെ n ടേംസിൻ്റെ സമ്മിനെ എസ് എൻ എന്നല്ലേ എഴുതുക. അപ്പോൾ ആദ്യത്തെ പി ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ n, നമ്പർ ഓഫ് ടേംസ് പി ആണ്. അപ്പോൾ എസ് പി ഈക്വൽ ടു ആദ്യത്തെ ക്യൂ ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ എസ് ക്യൂ വരും. അപ്പോൾ എസ് പി ഈക്വൽ ടു എസ് ക്യൂ ആണ് തന്നിട്ടുണ്ട്. അത് നൊട്ടേഷൻ വെച്ച് എഴുതിയാൽ മതി. അല്ലാണ്ട് സം ഓഫ് പി ടേം ഈക്വൽ ടു സം ഓഫ് ക്യൂ ടേം എന്നൊന്നും വേർഡ്സിൽ എഴുതണ്ട, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എസ് പി നമ്മൾ കാണുക. എസ് പി എങ്ങനെയാണ് കാണുക? എസ് എൻ ആദ്യത്തെ n ടേംസിൻ്റെ സം ഇവിടെ ഉണ്ട്, എസ് എൻ. അതിൽ നിന്ന് എസ് പി കാണുന്ന n-ന് പകരം പി കൊടുത്താൽ മതി. അപ്പോൾ n-ന് പകരം പി കൊടുക്കുമ്പോൾ p/2 ഇൻറ്റു 2a പ്ലസ് n-1. n പി ആണ്, p-1 ഇൻറ്റു ഡി വരും ഈക്വൽ ടു എസ് ക്യൂ. എന്താണ് എസ് ക്യൂ എന്ന് പറഞ്ഞാൽ? ഇതുപോലെ തന്നെ എസ് എൻ എന്നുള്ള നമ്പർ ഓഫ് സം ഓഫ് n ടേംസിലെ n ക്യൂ ആയതാണ്. ഇവിടെ ക്യൂ ടേംസിൻ്റെ സമ്മാണ് കാണുന്നത്. ക്യൂ ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ക്യൂ ആണ്. അപ്പോൾ n-ന് പകരം ക്യൂ കൊടുക്കുമ്പോൾ q/2 ഇൻറ്റു 2a പ്ലസ് n-1. n ക്യൂ ആണ്, q-1 ഇൻറ്റു ഡി വരും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ രണ്ട് എസ് പി എസ് ക്യൂവും കാണാൻ വ്യത്യാസമൊന്നുമില്ല. എസ് പി എന്ന് പറഞ്ഞാൽ എസ് എന്നിലെ n പി ആയതാണ്, എസ് ക്യൂ എന്ന് പറഞ്ഞാൽ എസ് എന്നിലെ n ക്യൂ ആയതാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കണേ, ഇതൊരു ഇക്വേഷനാണ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിമ്പിൾ എഴുതിയിരുന്ന സാധനത്തിനാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുക. അപ്പോൾ p/2 ഇൻറ്റു 2a പ്ലസ് p-1 ഇൻറ്റു ഡി ഈക്വൽ ടു q-1 ഇൻറ്റു 2a പ്ലസ് q-1 ഇൻറ്റു ഡി ഒരു ഇക്വേഷനാണ്. ഒരു ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും കോമൺ ടേം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും കോമൺ ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. p/2 ഇവിടെ /2 ഉണ്ട്, q/2 ഇവിടെയും /2 ഉണ്ട്. അപ്പോൾ ഈ /2 ഡിവൈഡഡ് ബൈ 2 രണ്ട് ഭാഗത്തും കോമൺ ആണോ? അത് നമ്മൾ കട്ട് ചെയ്തു. ബാക്കി എന്താ വരിക? p ഇൻറ്റു 2a പ്ലസ് p-1 ഇൻറ്റു ഡി ഈക്വൽ ടു q ഇൻറ്റു 2a പ്ലസ് q-1 ഇൻറ്റു ഡി. ഓക്കെ, ഈ p കൊണ്ട് ഗുണിക്കുക. p കൊണ്ട് ഗുണിക്കുമ്പോൾ p ഇൻറ്റു 2a 2ap പ്ലസ് p ഇൻറ്റു p-1 എന്ന് പറഞ്ഞാൽ അത് തന്നെ p ഇൻറ്റു p-1 ഇൻറ്റു ഡി ഈക്വൽ ടു ഇത് ഗുണിക്കുമ്പോൾ q കൊണ്ട് ഗുണിക്കുമ്പോൾ 2aq പ്ലസ് q ഇൻറ്റു q-1 ഇൻറ്റു ഡി വരും. q ഇൻറ്റു q-1 ഇൻറ്റു ഡി. ഓക്കെ, ഇനി റൈറ്റിൽ കിടക്കുന്ന ടേമിനൊക്കെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക? 2ap പ്ലസ് p ഇൻറ്റു p-1 ഇൻറ്റു ഡി മൈനസ് 2aq. ഈ പ്ലസ് 2aq ഇങ്ങോട്ട് വരും, മൈനസ് 2aq ആവും. ഈ പ്ലസ് q ഇൻറ്റു q-1 ഇങ്ങോട്ട് വരും, മൈനസ് q ഇൻറ്റു q-1 ഇൻറ്റു ഡി ഈക്വൽ ടു 0 വരും. ഈക്വൽ ടു 0. ദാറ്റ് ഈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എ വരുന്ന രണ്ട് ടേം ഉണ്ട്, ഡി വരുന്ന രണ്ട് ടേം ഉണ്ട്. അതിനെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ എ വരുന്ന രണ്ട് ടേമിനെ ഒരുമിച്ചെടുക്കുമ്പോൾ 2ap മൈനസ്
2aq. ഡി വരുന്ന രണ്ട് ടേമിന് ഒരുമിച്ച് എടുക്കുമ്പം പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ രണ്ട് ടേം എടുക്കുമ്പോഴും അവിടെ രണ്ടെടുക്കുകയും 2a കോമൺ ആണ്. ആ 2a ഇങ്ങ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്താ വരിക? ബാക്കി പി മൈനസ് ക്യൂ വരും. 2ap മൈനസ് 2aq 2a കോമൺ ആണ്. ആ 2a ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടുന്ന് 2a ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പി ബാക്കി ഉണ്ടാവും. ഇവിടുന്ന് 2a ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ക്യൂ ബാക്കി ഉണ്ടാവും. പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ അവിടെ ഡി കോമൺ ആണ്. ആ ഡീനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ വരിക പി ഇൻറ്റു പി മൈനസ് 1 മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1 ആണ് ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് 2a ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ഡി ഇൻറ്റു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പ്രൊഡക്റ്റ് ചെയ്യുക. പി ഇൻറ്റു പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ മൈനസ് പി മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1 എന്നാൽ മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് 1 പ്ലസ് ക്യൂ ഈക്വൽ ടു 0 വരും. ഓക്കെ, പ്ലസ് ക്യൂ ഈക്വൽ ടു 0. ദറ്റ് ഈസ് 2a ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ഡി ഇൻറ്റു പി സ്ക്വയർ മൈനസ് പി മൈനസ് ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആണ്. ഞാൻ അതിൻ്റെ ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഞാൻ അതിനെ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ സ്ക്വയർ വരുന്ന ടൈമിൽ ആദ്യം എഴുതി. പിന്നെ വരിക മൈനസ് പി പ്ലസ് ക്യൂ ആണ്. മൈനസ് പി പ്ലസ് ക്യൂ വരും. ഓക്കെ, ഈക്വൽ ടു 0 വരും. ദറ്റ് ഈസ് 2a ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ഡി ഇൻറ്റു ഈ ഒരു സിംപ്ലിഫിക്കേഷൻ കുറച്ചുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡി ഇൻറ്റു നമ്മൾ ആദ്യത്തെ ടേം എടുക്കുക പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. ഈ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. നമുക്കതിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇപ്പോൾ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിനെ പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് എഴുതാം. പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിനെ പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ. ഇനി ശ്രദ്ധിക്കണേ, പിന്നെ വരുന്നത് മൈനസ് പി പ്ലസ് ക്യൂ ആണ്. ഈ മൈനസ് പി പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസിന് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. മൈനസ് പി പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? പി മൈനസ് ക്യൂ വരും ഈക്വൽ ടു 0. അതെങ്ങനെ പി മൈനസ് ക്യൂ വരുന്നത്? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിനെ പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് എഴുതി. ബാക്കി വരെ മൈനസ് പി മൈനസ് പ്ലസ് ക്യൂ ആണ്. അവിടുന്ന് മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ മൈനസ് പിയിൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പ്ലസ് പി വരും. പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പ്ലസ് ആണ്. പോസിറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവും എടുത്താൽ ബാക്കി മൈനസ് ആണ് വരിക. മൈനസ് ക്യൂ ഈക്വൽ ടു 0 വരും. ദറ്റ് ഈസ് 2a ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ഡി ഇൻറ്റു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡി ഇൻറ്റു പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ മൈനസ് പി മൈനസ് ക്യൂ ആണ്. ഇവിടെ രണ്ടിടത്തും എന്ത് കോമൺ ആണ്? പി മൈനസ് ക്യൂ കോമൺ ആണ്. ഈ ഡിക്ക് അകത്തുള്ള ടേം നോക്കുമ്പോൾ പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ മൈനസ് പി മൈനസ് ക്യൂ, അവിടെ പി മൈനസ് ക്യൂ കോമൺ ആണ്. ആ പി മൈനസ് ക്യൂവിനെ നമ്മളിന്ന് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി വരിക പി പ്ലസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 ആണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? ഇവിടുന്ന് പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുക്കുക. രണ്ട് ടേമിലും പി മൈനസ് ക്യൂ കോമൺ ടേം ആണ്. അപ്പോൾ പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടുന്ന് പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി പി പ്ലസ് ക്യൂ വരും. മൈനസ് ഇവിടെ പി മൈനസ് ക്യൂ മാത്രമേ ഉള്ളൂ. ആ പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി അവിടെ ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ 1 ഉണ്ട് എന്നാണ്. അപ്പോൾ പി പ്ലസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ. ഇനി ഒന്നുകൂടെ 2a ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ഡി ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 ആണ്. ഇവിടെ രണ്ടൊക്കെ വീണ്ടും എന്ത് കോമൺ ആയി? പി മൈനസ് ക്യൂ. ഈ കോമൺ ടേം കൊണ്ട് കളിയാണ് ഇവിടെ വീണ്ടും പി മൈനസ് ക്യൂ കോമൺ ആയി. അപ്പോൾ ഈ ടേമിൽ നിന്ന് മൊത്തം നമ്മൾ പി മൈനസ് ക്യൂവിനെ ഇങ്ങ് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ വരിക ഇപ്പോൾ ഇതാണ് രണ്ട് ടേം. 2a ഇൻറ്റു പി മൈനസ് ക്യൂ ഒരു ടേം പ്ലസ് ഡി ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 വേറൊരു ടേം. അപ്പോൾ ഇവിടെ രണ്ടൊക്കെയും പി മൈനസ് ക്യൂ കോമൺ ആണ്. ആ പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടുന്ന് പി മൈനസ് ക്യൂവിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ വരിക 2a പ്ലസ് ഇവിടുന്ന് ഈ പി മൈനസ് ക്യൂ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി വരെ ഡി ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 ആണ്. അപ്പോൾ പ്ലസ് ഡി ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 വരും. ഈക്വൽ ടു 0. ഈ പി മൈനസ് ക്യൂവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ദർഫോർ 2a പ്ലസ് ഡി ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു ഈ പി മൈനസ് ക്യൂ ഇങ്ങോട്ട് പോകുമ്പോൾ 0 ബൈ പി മൈനസ് ക്യൂ വരും. 0 ബൈ പി മൈനസ് ക്യൂ ദാറ്റ് ഈസ് 2a പ്ലസ് ഡി ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 ആണ്. അതിനെ ഞാൻ പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതി.
p plus q minus 1 into d equal to 0 by p minus q. 0 by p minus q എന്ന് പറഞ്ഞാൽ 0 by ഒരു നമ്പറാണ്. 0 by any നമ്പർ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. കഴിഞ്ഞു, സാധനം കഴിഞ്ഞു. ടേക്ക് ഇറ്റ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എന്താ കണ്ടത്? സം ഓഫ് p plus q ടേംസ് ആണ്. അപ്പോൾ therefore സം ഓഫ് p plus q ടേംസ്, സം ഓഫ് p plus q ടേംസിനെ എസ് p plus q എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ എഴുതി വെച്ചതാണ് എസ് p plus q. അതിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വരിക? p plus q by 2 ഇൻറ്റു 2a plus p plus q minus 1 ഇൻറ്റു d ആണ്. 2a plus p plus q minus 1 ഇൻറ്റു d വരും. p plus q minus 1 ഇൻറ്റു d ഈക്വൽ ടു p plus q by 2 ഇൻറ്റു 2a plus p plus q minus 1 into d. അതിൻ്റെ ആൻസറാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 0. അപ്പോൾ നോക്കണം എസ് p plus q എന്ന് പറഞ്ഞാൽ എസ് എന്നിൽ സം ഓഫ് n ടേംസിനെ ആ നമ്പർ ഓഫ് ടേംസ് p plus q ആയതാണ്. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ p plus q by 2 into 2a plus p plus q minus 1 into d, അതാണ് എസ് p plus q വരിക. അതിൽ 2a plus p plus q minus 1 into d, 2a plus p plus q minus 1 into d, അതിൻ്റെ വില എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ p plus q by 2 into 0 ഈക്വൽ ടു 0 വരും. കഴിഞ്ഞു. അപ്പോൾ സം ഓഫ് p plus q ടേംസ് വരിക 0 ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ കാണേണ്ടത് അത് കാണാൻ 2 സ്റ്റെപ്പേ ഉള്ളൂ. ബാക്കിയൊക്കെ അത് കാണാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും സിംപ്ലിഫിക്കേഷൻ നമ്മൾ തന്നത് വെച്ച് ഉണ്ടാക്കിയതാണ്. ഓക്കെ.